പ്രേക്ഷകപ്രിയ താരങ്ങൾ ഒന്നിച്ച ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിലെ കോമഡി മെഗാ ഹിറ്റ്. ഭഗവാനെ ഗുരുവായൂരപ്പ, എന്റെ മകളുടെ വിവാഹം മംഗളമാക്കി തരണേ. ഇവിടെ വലിച്ചു വാരിയിടാനല്ല പറഞ്ഞത്. ആർക്കും ഒന്നിലും ഒരു ശ്രദ്ധയുമില്ല. തനിയൊന്നേ വരുന്നേ. താനാണോ ഇവിടുത്തെ ദേഹണ്ണക്കാരൻ? അതെ. വീട്ടുമുറ്റത്ത് വെച്ചാണോ ദേഹണ്ണം? അല്ല, പിൻഭാഗത്താ. എന്നാ പിന്നെ വാചോടിച്ചിരിക്കാതെ ചെമ്പും കലവും ചട്ടവും കൊടുത്ത് അപ്പുറത്തോണ്ട് വെക്കണോ? ഓഹോ. 100 കൂട്ടം കാര്യങ്ങൾ ഉള്ളപ്പോഴാണോ ഇങ്ങനെ കുന്തം വിഴിഞ്ഞണക്ക് നിക്കണേ? പച്ചക്കറിയും പലവഞ്ഞവും രാവിലെ എത്തൂന്ന് പറഞ്ഞിട്ട് അത് വന്നോ ഇല്ലയോ നോക്കിയോ? ദൂരെ നിന്ന് വരുന്നവർക്കുള്ള താമസ സൗകര്യം ഏർപ്പാടാക്കിയോ? പൂവും മാലയും ബൊക്കയും നാളെ വെളുപ്പിനെ ഇവിടെ എത്തുവോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് നിന്നേ, ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. എന്താ? പെണ്ണിന്റെ തന്ത നീയോ ഞാനോ? അതെന്താ മുതലാളിക്ക് പെട്ടെന്നൊരു സംശയം? മുതലാളി വിഷമിക്കണ്ട, ഞാൻ ചേച്ചിയോട് ചോദിക്കാം. ആ അർത്ഥത്തിലല്ല ഞാൻ ചോദിച്ചത്. തന്തയ്ക്ക് വേറെ അർത്ഥം ഉണ്ടോ? ഞാൻ ചോദിച്ചത് ഈ വീട്ടിലെ ഗ്രഹനാഥൻ നീയാണോ ഞാനാണോ എന്നാ. ഗ്രഹനാഥൻ മുതലാളി എന്നാ, എന്നാലും ഫുൾ ഉത്തരവാദിത്വം എനിക്കാ. എന്നാ പിന്നെ നോക്കി നിൽക്കാതെ എന്നോട് ആജ്ഞാപിച്ച് അവിടെ പോയി ചെയ്യടാ. അവന്റെ ഒരു അങ്ങോട്ടും ആദ്യം പാചകം ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ഭയങ്കര വിശപ്പ്. നീർക്കോലിയുടെ രൂപവും പെരുമ്പാമ്പിന്റെ വിശപ്പും. എന്താ അകത്തൊരു ബഹളം? ഒരല്പം കുടുംബകാരി എന്റെ മോളും ഭാര്യയായിട്ട് പങ്കുവെച്ചതാ. എന്താ കുഴപ്പമുണ്ടോ? എനിക്ക് മനസ്സിലായി. എന്ത്? പെണ്ണിന്റെ അച്ഛനാരാണെന്ന് ചേച്ചിയോട് പോയി ചോദിച്ചില്ലേ? എടാ അച്ചുവേ, എന്റെ മകൾക്ക് ഇതെന്താ പറ്റി? കല്യാണം അടുക്കും തോറും മനസ്സിനകത്തൊരു ചാഞ്ചാട്ടം. ഇപ്പൊ കല്യാണം വേണ്ട വേണ്ട എന്നൊരു വാശി. ഇനിയിപ്പൊ പേടിച്ചിട്ടാണോ അതോ? അതെ, മുഹൂർത്തം എടുക്കും തോറും പേടിക്കുന്ന പെണ്ണുങ്ങൾ 2 തരത്തിലുള്ളവരാ. ഒന്ന് പിഴച്ച പെണ്ണ്, 2 പ്രേമിച്ച പെണ്ണ്. ഇത് ഏത് വകുപ്പിലാ മോളെന്ന് പോയി ചോദിക്കും. എടാ ചത്തേ, എന്റെ മോള് കുടുംബത്തിൽ പറഞ്ഞവളാണ് എന്ന് കരുതി ആയിക്കൂടുന്നുണ്ടോ? ചേട്ടനെ വിളിച്ചായിരുന്നോ? പോയി അരി വെക്കണോ കോപ്പേ? ഭ്രാന്ത് വരും. ഈ കോളാസ് എടുത്ത് ഓരോന്ന് അങ്ങോട്ട് കൊടുത്തേ. കോളെ അങ്ങോട്ട്. വെളുപ്പിന് 5 മണിക്ക് ഞാനിവിടെ എത്താം. റെഡി ആയിരിക്കണം. എന്നിട്ട് പുറത്തു നിന്ന് ഞാനൊരു തീപ്പെട്ടിക്കുള്ളി കത്തിച്ച് സിഗ്നൽ തരാം. സരസു ആരും കാണാതെ ഇറങ്ങി പോന്നാ മതി. ബാക്കി ഞാൻ ഏറ്റു. ഇങ്ങനെ പതുങ്ങി നിന്നുള്ള ഒതുങ്ങിയ സംസാരം അത്ര ശരിയല്ലല്ലോ. മുതലാളി, മുതലാളി, എന്താടാ? തുമ്പ് കിട്ടി, തുമ്പ് കിട്ടി. ഒരു മിനിറ്റ്. എന്നാ ഞങ്ങൾ ഇറങ്ങിട്ടുണ്ണിത്താനെ പോകാൻ വരട്ടെ. ഞാൻ ഒരു കാര്യം ഒന്ന് മുതലാളിയോട് പറഞ്ഞോട്ടെ. അതിന്റെ പേരിൽ ഇവിടെ ഒരു വിപ്ലവം നടക്കും. നിങ്ങൾ ആ ടീം ബിയുടെ ക്യാപ്റ്റൻ. അതെന്താണ് അങ്ങനെ? അതങ്ങനാ. ഇങ്ങോട്ട് വന്നേ. ഞാൻ ഒളിഞ്ഞു നോക്കി മുതലാളിയുടെ മോളുടെ സംഭവങ്ങളെല്ലാം കണ്ടു. പറഞ്ഞു തീരുന്നവരും പഠിച്ചതിനാ ഒളിഞ്ഞു നോക്കിയത്. അതുകൊണ്ടല്ലേ പെണ്ണ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം പിടികിട്ടിയത്. പെണ്ണിന് പ്രേമം. ആരോട്? ഈ കുറുപ്പിന്റെ മോനോട്. 2 പേരും കൂടെ പതുങ്ങി നിന്ന് ഹൃദയം പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടു. അനാവശ്യം പറയത്തോടാ. ഞാൻ കണ്ടത് അവർ കിന്നാനം പറയണത്. മിണ്ടിപ്പോകരുത്. ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളേരാ. അവര് മിണ്ടിന്നും പറഞ്ഞു നോക്കിയിരിക്കും. അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നിന്റെ പല്ലി മുഴുവൻ താഴെ കിടക്കും. പോടാ. എന്താണ് ഉണ്ണിത്താനെ പ്രശ്നം? എന്തിനവനെ തല്ലിയത്? അത് അവന്റെ ഷെയറാ. അരമണിക്കൂർ ഇടവിട്ട് അവനത് കിട്ടണം. അവനെന്തിയേ? ഇനി ആരെങ്കിലും പ്രേമിക്കാനോ മറ്റേ പോയോ? എന്താണോ കൊച്ചുകുറുപ്പേ, വല്ല പെൺപിള്ളേരെ ലൈനടിക്കാൻ പോയതാണോ? സംശയം എന്റേതല്ല, നിന്റെ അച്ഛന്റെയാ. അച്ഛൻ പറഞ്ഞു ഒടുവിൽ ജ്യോതിഷ പ്രവചനം ശരിയാവുന്ന എനിക്ക് തോന്നുന്നു. എന്നാ കൊന്നുകളയും. അപ്പൊ ചെല്ല്, രാവിലെ നേരത്തെ എത്തണം. എടോ കൊച്ചുകുറുപ്പേ, തന്നോട് കൂടിയാ പറയുന്നത്. ഞാൻ വെളുപ്പിനെ എത്തും.
ദൈവമേ, ഇവളിനി കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ? അടിച്ചോണ്ട് പോയാലോ? ആരും കണ്ടില്ല. അച്ചു കണ്ടു, അബദ്ധം പറ്റിയതാ. വേഗം വാ. ഓ എടാ സാവിത്രി, മണി 5 കഴിഞ്ഞു, എഴുന്നേക്ക്. അമ്മായി സരസ്വനെ മുറി കണ്ടില്ല. കണ്ടില്ലേ? അവളിത് എവിടെ പോവാനാ? എവിടെ പോയത് നോക്കിയടി. എടാ അച്ചു, എടാ അച്ചു, ഓ കിടന്നുറങ്ങുന്നോളാ പോത്തുകളെ, പെണ്ണിനെ കാണാനില്ല. എടാ അച്ചുവേ, സരസുവിനെ കാണാനില്ല, ഒന്ന് അന്വേഷിക്കടാ. അന്വേഷിക്കാനൊന്നുമില്ല, അവള് പോയി. എങ്ങോട്ട്? അവളെ കാമുകനോടൊപ്പം. കാമുകനോടൊപ്പോ? ആ, പാലത്തിങ്കൽ കുറുപ്പിന്റെ മകൻ കൊച്ചുകുറുപ്പിനോടൊപ്പം സ്ഥലം വിട്ടു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നിട്ട് എന്താ നീ മിണ്ടാതിരുന്നേ? ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളാരല്ലേ, പോട്ടെ എന്ന് ഞാനും കരുതി. എടാ അവര് തമ്മിൽ പ്രേമമാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, എന്നിട്ട് കേട്ടോ? എല്ലാവരെയും ഒന്നിച്ച് കളിപ്പിച്ച് അവര് നാട് വിട്ടു. ചെറുക്കലെ കൂട്ടില് വരുമ്പോ പെണ്ണില്ലെങ്കിൽ ഞാൻ എന്തോ പറയും? മുതലാളിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം. എന്ത്? പെണ്ണോളിച്ചോടിയെന്ന്. പോടാ. പെണ്ണെത്തി, പെണ്ണെത്തി. ഞാൻ പറഞ്ഞില്ലേ മുതലാളി മിടുക്കനാണെന്ന്. എങ്ങനെയെങ്കിലും പെണ്ണിനെ ഒപ്പിച്ച് മുഹൂർത്തത്തിന് മുമ്പ് എത്തുമെന്ന്. ഓ ഭാഗ്യം, തക്ക സമയത്ത് എത്തിയതുകൊണ്ട് പെണ്ണ് ഒളിച്ചോടിയില്ല. സമയമായി, ചെന്നിരിക്കണേ മണ്ഡലത്തിലേക്ക്. എന്താണോ നോക്കിയിരിക്കണേ? ഊതടോ. എന്നാ കെട്ട് നടത്തിയേക്കാം. നിർത്തണോ? മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണിനെ കെട്ടേണ്ട ഗതികേട് എന്റെ മോനില്ല. പെണ്ണ് ഒളിച്ചോടി പോയില്ലല്ലോ, അതിന് മുമ്പ് പിടിച്ചോടി വന്നല്ലേ? അതെ, ഇനി ഒളിച്ചോടാതെ നിങ്ങൾ നോക്കിയാ മതി. വാടാ, വന്നോളൂ. പാലത്തിങ്കൽ കുറുപ്പ് തറവാടിത്തത്തിൽ മുതലാളിയെക്കാളും ക്യാമനാ. ഇനി ഒന്നും ആലോചിക്കാനില്ല, ഈ മുഹൂർത്തത്തിൽ തന്നെ നടത്താൻ ശ്രമിക്കുക. എടുത്തുചാടി ഞാൻ അയാളുടെ തന്തയ്ക്ക് വിളിക്കുകയും ചെയ്തു. സാരമില്ല, മറുപടി ഉടനെ കിട്ടിയായിരുന്നു. അപ്പൊ കരണം പൊത്തിയൊരെണ്ണം കിട്ടിയില്ലേ? അടിയോ ചൂടെങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങനെ ഉണ്ടായിരുന്നു. നിന്ന് കരയാതെ വാടാ കുറുപ്പിന്റെ വീട്ടിലേക്ക്. നാട്ടിലോരോ പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ കല്യാണം കഴിയും തോറും മനസ്സിന് എന്തൊരാശ്വാസം. അന്യരുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തിനാ ഇത്ര വേവലാതി? വേവലാതി നമ്മുടെ മോന്റെ കാര്യത്തിലാ. പ്രേമിച്ചേ കല്യാണം കഴിച്ചു, പ്രേമിച്ച പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടുന്നൊക്കെ ജോത്സ്യനവരെ ജാതകം നോക്കി പറഞ്ഞില്ലേ, അപ്പൊ തുടങ്ങിയത് അഞ്ച് ടെൻഷൻ. നിങ്ങളുടെ ഒരു കാര്യം. എപ്പോഴാ കല്യാണം വീട്ടിൽ പോണേ? അതൊക്കെ വൈകുന്നേരം ആവാം. മനസ്സിലായി. അപ്പോഴാകുമ്പോ കൂട്ടുകാരനൊന്ന് ചടിച്ചു മിനുങ്ങാലോ. ഉണ്ണിത്താരുമായിട്ട് അങ്ങനെ കമ്പനി കൂടാൻ പ്രത്യേകിച്ച് സമയമൊന്നും നോക്കണ്ട, എപ്പോഴാവാം. ഞാനൊരു നേരം പോക്ക് പറഞ്ഞാണേ. പിന്നെ സരസ്വന് എന്തെങ്കിലും കൊടുക്കണ്ടേ? ആ, ഒരു പവനൊരു മോതിരം തന്നെ ആയിക്കോട്ടെ. ഓ, കട തുറക്കാൻ നേരം പോയി. നിങ്ങൾ കടന്ന് കയറ് പൊട്ടിക്കണ്ട, അവൻ പോയിട്ടുണ്ട് കട തുറക്കാൻ. എന്റെ ഈശ്വരാവൻ പോയോ? ഈ ലേഡി സ്റ്റോറിന്റെ സ്ഥാനത്ത് വല്ല വളണ്ടി പോവായിരുന്നെങ്കിൽ നമ്മുടെ മോൻ പോവായിരുന്നോ? ആ, പെണ്ണുങ്ങളുമായിട്ട് കൊഞ്ചു കൊഴയാലോ. നിങ്ങൾ ഇങ്ങനെ പേടിച്ച് പേടിച്ച് കൂട്ടിലിട്ട പോലെ വളർത്തുന്ന കുട്ടിയല്ലേ അവൻ. ഒരു പെങ്കൊച്ചിന്റെ മുഖത്ത് പോലും നോക്കില്ല. നരസിംഹം വളകൾ അണിയുമ്പോ ഈ കഴിക്കുന്നതൊരു ഭംഗിയാന്ന് നോക്കിയേ. വേദനിച്ചോ? ഇതും കൂടെ മറ്റേ കയ്യിലിടട്ടെ, നല്ല ഭംഗിയുണ്ടാവും. അത് കാശൊരു പ്രശ്നമാക്കണ്ട, പിന്നെ വരുമ്പോ തന്നാ മതി. ആദ്യം ഈ മനോഹരമായ കൈകളിൽ ഈ വളകൾ കിടക്കട്ടെ. അവളെ കയ്യിൽ നിന്ന് വിട്ടേ, വിടറാ. അവളെ ഇങ്ങനെ പോടാ. മോളെ കൈമുട്ടി നീട്ടിയേ, കാശൊക്കെ കയ്യിലുണ്ടല്ലോ. ഇപ്പൊ എങ്ങനെയാ നൊന്തു? നൊന്തു. ആ, പിന്നെ പുതിയ മാലയും വളയൊക്കെ വന്നിട്ടുണ്ട്, കാണിക്കട്ടെ? വേണ്ട. ഓ, അച്ഛൻ ചെറിയൊരു ദേഷ്യക്കാരനാ. അടുത്ത ആഴ്ച പുതിയ ഫാഷൻ വരുന്നുണ്ട്, വരണം. പുഞ്ചിരി മത്സരം അവസാനിപ്പിച്ച് വേഗം ബാക്കി കൊടുത്ത് വിടറാ. അച്ഛന്റെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കട അടച്ചു പൂക്കും. ഇവിടെ ഞാനായിട്ട് ഉണ്ടാക്കിയ ഗുഡ്വിൽ അച്ഛനായിട്ട് നശിപ്പിക്കും. നിനക്കൊരു ധാരണയുണ്ട്, നിന്റെ ചോക്ലേറ്റ് മോന്ത കണ്ടിട്ട് ആ പെമ്പിളിന് ഇങ്ങോട്ട് കയറി വരുന്നേന്ന്. കച്ചവടം ചെയ്ത് ലാഭം കൊയ്യാതെ പെണ്ണിന്റെ മോന്തയുടെ ചന്തം നോക്കി നിൽക്ക. പൈസ പിന്നെ തന്നാവെന്ന് പറയാൻ അവൾ ആരാ? നിന്റെ അമ്മായിയുടെ മോള. കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് ഒരു അല്പം മാന്യത കാണിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. ഈ വളയിടൽ പരിപാടി എന്റെ മോന് പറ്റിയതല്ല, ഏൽപ്പിച്ച ജോലി അങ്ങോട്ട് ചെയ്താ മതി.
കാശ് എണ്ണി വാങ്ങിച്ച് പെട്ടിയിലിടുക, ബാക്കി കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കുക. സത്യത്തില് കടയിൽ നിർത്താൻ നല്ലത് പെമ്പിള്ളേരാ. കൃത്യസമയത്ത് വരും, നന്നായിട്ട് ജോലിയും ചെയ്യും, പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ചായ കുടിക്കാൻ പോക്കൂല. എന്നാ പിന്നെ നിർത്തിക്കൂടെ? അതിന് നിന്റെ ജാതകം സമ്മതിക്കണ്ടേ? എന്റെ അച്ഛ, ഒരു ഒളിച്ചോട്ട് എന്തായാലും എന്റെ ജീവിതത്തിൽ അച്ഛൻ പ്രതീക്ഷിക്കണ്ട. വേണ്ട. നീ എന്താ ഇങ്ങനെ നോക്കി നിക്കണേ? ചെന്ന് ഇന്നലത്തെ സ്റ്റോക്ക് ഒത്ത് നോക്കണം.